നാരായണീയം ദശകം 10 ശ്ലോകം 6. രുദ്രാഭിസൃഷ്ടഭയദാകൃതി രുദ്രസംഘ സംപൂര്യമാണ ഭുവനത്രയഭീതചേതാഃ മാമ പ്രജാസൃജ തപശ്ചരമംഗലായേതി ആചഷ്ടതം കമലഭൂർഭവദീരിതാത്മാ. അർത്ഥം നോക്കാം. രുദ്രൻ സൃഷ്ടിച്ച ഭയങ്കരന്മാരായ രുദ്രന്മാരെ കൊണ്ട് ത്രിഭുവനം നിറഞ്ഞപ്പോൾ ഭയചകിതനായ ബ്രഹ്മാവ്, ഇനിയും സൃഷ്ടിക്കരുത്, സൃഷ്ടി മതിയാക്കൂ, ലോകത്രയത്തിന്റെ നന്മയ്ക്കായി തപസ്സനുഷ്ഠിക്കൂ എന്നു ഭഗവാനാൽ പ്രേരിതമായ മനസ്സോടുകൂടി രുദ്രനോട് അപേക്ഷിച്ച് സൃഷ്ടിയിൽ നിന്നും രുദ്രനെ വിലക്കി തപസ്സിനായി പറഞ്ഞയച്ചു. ശ്ലോകം 7. തസ്യാധ സർഗരസികസ്യ മരീചിരത്രിഃ തത്രാംഗിരാകൃതുമുനി പുലഃ പുലസ്ത്യഃ അംഗാദജായത ഭൃഗുച്ഛവസിഷ്ഠദക്ഷോ ശ്രീനാരദശ്ച ഭഗവാൻ ഭവദംഘ്രിദാസഃ. ശ്ലോകം 7 അർത്ഥം നോക്കാം. അല്ലയോ ഭഗവൻ, പിന്നീട് സൃഷ്ടിയെ കുറിച്ച് ചിന്തിച്ചു രസം കൊള്ളുന്നവനായി തീർന്നിട്ട് ബ്രഹ്മാവിന്റെ ശരീര അവയവങ്ങളിൽ നിന്നും മരീചി, അത്രി, അങ്കിരസ, ക്രതു, പുലഹൻ, പുലസ്ത്യൻ, ഭൃഗു, വസിഷ്ഠൻ, ദക്ഷൻ, അങ്ങയുടെ പാദദാസനായ ശ്രീ നാരദൻ എന്നിവർ ജനിച്ചു. ശ്ലോകം 8. ധർമാധികാന വിസൃജന്നത ഖർദമം ച വാണിം വിധായ വിധിരംഗജ സങ്കുലോഭൂത് ത്വദ്ബോധിതൈ സനക ദക്ഷമുഖൈസ്തനൂജൈഃ ഉദ്ബോധിതശ്ച വിരരാമ തമോ വിമുഞ്ചൻ. ശ്ലോകം 8 അർത്ഥം നോക്കാം. അനന്തരം ബ്രഹ്മാവ് ധർമ്മദേവർ തുടങ്ങിയവരെയും കർദമനെയും സൃഷ്ടിച്ചിട്ട് സരസ്വതിയെ സൃഷ്ടിച്ചു. സരസ്വതിയെ കണ്ട് കാമാതുരനായ ബ്രഹ്മാവിനെ ഭഗവാന്റെ പ്രേരണ നിമിത്തം സനകാദികൾ ധർമ്മബോധമുള്ളവനാക്കി തീർത്തു. ലജ്ജിതനായ ബ്രഹ്മാവ് തമോ ഗുണത്തെ നീക്കി തന്റെ അധർമ്മത്തിൽ നിന്നും പാടെ പിന്തിരിഞ്ഞു. ശ്ലോകം 9. വേദാൻ പുരാണ നിവഹാനപി സർവവിദ്യാഃ കുർവന്നിജാനനഗണാ ചതുരാനനോസൗ പുത്രേഷു തേഷു വിനിധായ സസർഗവൃദ്ധിം അപ്രാപ്നുവംസ്തവ പദാംബുജമാശ്രിതോഭൂത്. ശ്ലോകം 9 അർത്ഥം നോക്കാം. ബ്രഹ്മാവ് തന്റെ 4 മുഖങ്ങളിൽ നിന്നും 4 വേദങ്ങളും 4 ഉപവേദങ്ങളും 6 വേദാംഗങ്ങളും പുരാണങ്ങളും എല്ലാം സൃഷ്ടിച്ച് മരീചി തുടങ്ങിയ തന്റെ പുത്രന്മാരെ പഠിപ്പിച്ചിട്ട് താൻ നടത്തിയ സൃഷ്ടി പുരോഗമിക്കുകയില്ലെന്നറിഞ്ഞ് ഒടുവിൽ അവിടുത്തെ പാദപത്മങ്ങളെ തന്നെ ശരണം പ്രാപിച്ചു. ശ്ലോകം 10. ജാനന്നുപായമഥദേഹമജോ വിഭജ്യ സ്ത്രീപും സ്വഭാവമഭജന്മനു തദ്വധൂഭ്യാം താഭ്യാം ച മാനുഷകുലാനി വിവർദ്ധയംസ്ത്വം ഗോവിന്ദമാരുതപുരേശ നിരുന്തിരോഗാൻ. 10 അർത്ഥം നോക്കാം. അനന്തരം ബ്രഹ്മാവ് സൃഷ്ടി മുമ്പോട്ടു പോകാൻ മാർഗം കണ്ടെത്തി. തന്റെ ദേഹം പുരുഷനും സ്ത്രീയുമായി 2 ഭാഗിച്ചു. മനു പുരുഷനും ശതരൂപ സ്ത്രീയും. അവരിലൂടെ മനുഷ്യവർഗത്തിന്റെ വർധനവ് നടത്തി. അങ്ങനെയുള്ള അല്ലയോ ഗുരുവായൂരപ്പ, കൃഷ്ണ, എന്റെ രോഗങ്ങളെ നശിപ്പിച്ചാലും എന്നാണ് പറയുന്നത്.